അപ്പോൾ എൻ്റെ ഇന്നത്തെ വിഷയം ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ്. വിദ്യാർത്ഥികൾ പറഞ്ഞില്ല എങ്കിൽ മാത്രം ഓഡിയൻസ് അതിൽ പങ്കെടുക്കുക. മുതിർന്നവർ കുട്ടികൾക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. മൊബൈൽ ഫോൺ നോക്കിയും ഉത്തരം പറയരുത്. ആദ്യത്തെ ചോദ്യം, ഗുരു ജനിച്ചത് എന്നാണ്? ഏതാ വർഷം പറഞ്ഞാൽ മതി. ശരിയായ ഉത്തരം അറിയുന്നവർ കൈ ഉയർത്തുക. ഉത്തരം ശരി തന്നെയാണ്. ധന്യ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 1756 ആണ് നാരായണ ഗുരു ജനിച്ച വർഷം. എൻ്റെ മൂന്നാമത്തെ ചോദ്യം ഒരു സിനിമയുമായി ബന്ധപ്പെട്ടാണ്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷമിട്ടത് ആരാണ്? അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ചത് ആരാണ്? പറഞ്ഞ ഉത്തരം ശരി തന്നെയാണ്. സുമി ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. തമിഴ് നടനായിട്ടുള്ള തലൈവാസൽ വിജയ് ആണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷമിട്ടത് യുഗപുരുഷൻ എന്ന് പറയുന്ന സിനിമയിൽ. ചോദ്യം ഇതാണ്, ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? ഉത്തരം വിളിച്ചു പറയണ്ട, കൈ ഉയർത്തുക. ശിവഗിരിയിലെ ദീപപ്രതിഷ്ഠയല്ല. കൊടിതൂക്കിമലയില് പ്രതിഷ്ഠയല്ല ഉള്ളത്, ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹയാണുള്ളത്. ആരും പറയാത്ത സ്ഥിതിക്ക് ഉത്തരം ഞാൻ തന്നെ പറയാം. തൃശ്ശൂർ ജില്ലയിലാണ് ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയത്. മണലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാരമുക്ക് ക്ഷേത്രം, അവിടെയാണ് ഗുരു SNDP എന്ന് പറയുന്ന ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത് എന്നാണ്. ഉത്തരം ശരി തന്നെയാണ്. 1903. ഉത്തരം ഇവിടെ ഒരാൾ അതിനു മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ കൈ ഉയർത്തി ഉത്തരം പറഞ്ഞയാൾക്ക് മാർക്ക് കൊടുക്കാനാണ് ഇവിടെ തീരുമാനമായിട്ടുള്ളത്. അടുത്ത ചോദ്യം, 1916 ഗുരു ഒരു ജാതിയില്ല വിളംബരം നടത്തിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ജാതിയില്ല വിളംബരത്തിൻ്റെ ആശയം എന്തായിരുന്നു? അവിടെ ഇരിക്കുന്ന മുതിർന്നവർ ഇല്ല, അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അത് ഗുരു ജാതിയും മതവും ഉപേക്ഷിച്ചിട്ട് സംഘർഷങ്ങൾ ആയി എന്നും ഗുരു ഏതെങ്കിലും ജാതിയുടെ വക്താവല്ല എന്നുമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അടുത്ത ചോദ്യം ഗുരുവിൻ്റെ ഒരു ശിഷ്യനെ കുറിച്ചാണ്. ഡോക്ടർ പൽപ്പു ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ ഡോക്ടർ പൽപ്പുവിനെ ആതുര ശുശ്രൂഷ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തി. പോയാണ് തുടർന്ന് പ്രാക്ടീസ് ചെയ്തത്, ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്തത് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ചോദ്യം. ഉത്തരം ശരി തന്നെയാണ്. മൈസൂർ